ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാൻ അടി കട്ടിയുള്ള നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു ചെമ്പാണ് എടുത്തിരിക്കുന്നത്. പരന്നതാകുമ്പോൾ പതച്ച് പോകുമല്ലോ, അപ്പോൾ ഞാൻ അടി കുണ്ടൊക്കെ ഉള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നന്നായി പാലൊഴിച്ച് തിളപ്പിക്കുക. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ അതിന് എടുത്തിരിക്കുന്നത്. അത് നല്ല തിളച്ചതിന് ശേഷം സേമിയ മിക്സാണ്. സേമിയ മിക്സ് ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് നല്ല അതിൽ പഞ്ചസാര ഏലക്കായൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പാക്ക് പൊട്ടിച്ചതിന് പാലെല്ലാം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾക്കിതിൽ ഈ മിക്സ് ഇതിലിട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഇത് വേവുന്ന വരക്കും തീയൊന്ന് കുറച്ച് വെച്ച് കത്തിക്കണം. ഒരു 20-25 മിനിറ്റോളം ഇത് കുറച്ച് വെച്ച് തീ കത്തിച്ചതിന് ശേഷം നമ്മൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ 2 കൂടി പൊടിച്ചിടാം. ഞാൻ ഇതിൽ 2 ഏലക്കായും കൂടി ഇതിൽ ചേർത്തിരിക്കണേ. പിന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇതിൽ ചേർത്തു. കുറുകി വന്നതിന് ശേഷം പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ലേശം നെയ്യ് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് വറുത്ത് കോരി വെക്കുക. നല്ല ബ്രൗൺ കളറാവുന്ന വരക്കും ഈ അണ്ടിപ്പരിപ്പ് ഇതിൽ നെയ്യിൽ കിടന്ന് മൂക്കണം. അതിന് ശേഷം നമ്മളിത് പായസത്തിലേക്ക് ഇത് ആഡ് ചെയ്യുക. പിന്നെ ഇത് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മളിത് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണോളം കുങ്കുമ പൗഡർ. അത് കുങ്കുമ പൗഡർ എന്തിനാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പായസം നല്ലൊരു ലൈറ്റ് മഞ്ഞൊക്കെ ആയി വരും ലാസ്റ്റ്. നല്ലതുമാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ്. പാലൊക്കെ പാടെ ചേർക്കണമല്ല. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. പക്ഷെ ഇത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് പായസം. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇനി ഇതിലേക്ക് പായസത്തിലേക്ക് നമ്മൾക്കിത് ആഡ് ചെയ്യുക. നല്ല ബ്രൗൺ കളറാവുന്നവർക്കും നല്ലോണം മൂത്ത് വരണം കേട്ടോ. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് പായസത്തിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പായസത്തിൽ ഒഴിച്ചു. അപ്പോൾ നല്ല പായസം തന്നെ ഒരു മഞ്ഞ കളർ പോലായി. നെയ്യും കുങ്കുമത്തിൻ്റെ ഒക്കെ പാടെ ആയിട്ടാണിത് ഇങ്ങനത്തെ കളറായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഏറ്റവും നല്ല എന്താ പറയുക, സേമിയ പായസത്തിനേക്കാൾ നല്ലൊരു സ്പെഷ്യലാണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം. Bye.